പറയണ്ട, ഞാൻ വിശ്വസിക്കില്ല. നീ വിശ്വസിക്കണ്ടടി, പക്ഷെ എൻ്റെ പെങ്ങള് വിശ്വസിക്കും. ലില്ലി മോളെ, ഞാൻ എൻ്റെ നടരാജൻ അവൻ്റെ 2 കണ്ണുകൊണ്ട് കണ്ട സംഭവമാണിത്. KSFTയിലെ പിയൂണ് ശശി പറഞ്ഞാൽ വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ? 2 പേരെ അവിടെ വെച്ച് കണ്ടു. ഇപ്പം എന്ത് കാര്യത്തിനാണ് ഈ കെട്ടിയോ മരിച്ച ആ പെണ്ണിൻ്റെ കൂടെ കാറ് കയറിപ്പോണ്ട വല്ല കാര്യമുണ്ടോ? ഉണ്ടോ മോളെ? ഉണ്ടോ? ആൾക്കാർ വല്ലതും പറഞ്ഞ നാണക്കേട് ആർക്കാടി? നമ്മുടെ കുടുംബത്തിന് തന്നെ. ഞാനൊക്കെ എങ്ങനെ ഇനി പുറത്തിറങ്ങി നടക്കും? എങ്ങനെ നടക്കും പറ? ആദ്യം കൊണ്ട് നടക്കണം. എന്തോ നിനക്ക് നിസാരം മോളെ, നീ വിഷമിക്കണ്ട. നാടെ 2 പിള്ളേരുണ്ടെന്നുള്ളതേ ഉള്ളൂ. നിനക്കധികം പ്രായമൊന്നും ആയിട്ടില്ല. എനിക്കറിയാം നിന്നെ നല്ല ഒരുത്തൻ്റെ കൂടെ അയക്കാൻ. എന്താ ചിരിക്കണ? എന്ത് ചിരിക്കണ? അങ്ങനെ കാണിച്ചു കൂട്ടുന്ന തോന്നിയാസങ്ങൾക്കെല്ലാം കൂട്ടു നിന്നോടി. നീ പ്രോത്സാഹിപ്പിച്ചോ? അവന് കുടുംബത്തിനോട് സ്നേഹമുണ്ട്. കുടുംബത്തിനോട് സ്നേഹമുണ്ട്, വല്ലവന്റെയും കുടുംബത്തിനോട്. 2 ഒരേ വർഗമല്ലേ മോളെ? 2 ആശ്രിത നിയമനം. പിന്നെ എന്ത് ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ. നിയമമൊക്കെ അവരുടെ കയ്യിലല്ലേ. 2 കൂടെ കാറി കയറി പോയി എന്ത് തോന്നിയാസം കാണിച്ചാൽ അങ്ങനെയൊക്കെ ചെയ്യൂ. എന്റെ ലില്ലി മോളെ, ഞാനും വിചാരിച്ചില്ല അയ്യമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. എന്നോട് ഇത്തിരി വർത്താനം പറയും, പക്ഷെ ഇങ്ങനെ ഉള്ളിലൊക്കെ ഉണ്ടെന്നുള്ളത്. മോളെ, നീ വിഷമിക്കണ്ട. ഈ പോയിട്ട് എന്തെങ്കിലും നിനക്ക് സഹിക്കാൻ പറ്റില്ല, നീ ഇങ്ങ് പോര് കേട്ടാ. ആവശ്യമില്ലാതെ ചിന്തിച്ചു കൂട്ടണ്ട. 8ഉം പൊട്ടും തിരിയാത്തൊരു പൊട്ടയായിപ്പോയി ഇത്. നീ എന്ന് നന്നാവുമെന്ന്. അവളെ പറ്റിക്കാൻ എളുപ്പമാണല്ലോ. എന്തോന്ന് ഇപ്പൊ നല്ല ആശ്വാസമുണ്ടോ കുടുംബം കലക്കിയപ്പോ? സത്യം പറയുന്ന ഞാൻ കുടുംബം കലക്കി തന്നടി. അങ്ങനെ തന്നെ നീ അങ്ങനെ വ്യാഖ്യാനിച്ചോ? ഞാൻ കുടുംബം കലക്കി തന്നെ. എന്ത് സത്യം ഇപ്പൊ നിങ്ങൾ പറഞ്ഞത്? നിങ്ങൾ എന്ത് സത്യം പറഞ്ഞു? ഞാൻ ഒരു സത്യം അതിനകത്ത് കേട്ടില്ല. എന്തോ ഇവനുണ്ടല്ലോ, ഇവനോട് ഞാൻ എത്ര പ്രാവശ്യം സാലറി സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ടുണ്ട്. ഇവൻ തന്നിട്ടുണ്ടോ? ഒരു ഉളുപ്പില്ലാതെ കണ്ടുവന്റെ ഭാര്യയ്ക്ക് അവൻ സാലറി സർട്ടിഫിക്കറ്റ് ഇട്ട് ലോൺ എടുക്കാൻ നടക്കുന്നു. അവൻ തന്നിട്ടില്ല അല്ലേ? എനിക്കോ? തന്നിട്ടില്ലേ? പണ്ടങ്ങാണ്ട് ഒരു പ്രാവശ്യം. ഓ, എന്നിട്ട് അതിന് പിന്നെ ഞാൻ കേൾക്കേണ്ട കളിക്കാത്ത ഇപ്പോഴും കിടന്ന് മുഴങ്ങുന്നുണ്ടാവും. അതിനൊക്കെ പറഞ്ഞത് വന്ന് അവന്റെ വീട്ടിലോട്ടല്ലേ വന്ന്? നിങ്ങൾക്ക് ലോകം മുറ്റം ചുറ്റിട്ട് വന്നേക്കുന്നവൻ എന്റെ പെങ്ങളെ പറ്റിക്കാനായിട്ട് ഞാൻ അങ്ങോട്ട് പോയാണ്ടല്ലോ. മുഴുവൻ നിങ്ങളുടെ കുശുമ്പ് പിടിച്ച തലയിലോട്ടാ കയറിപ്പോണത്. അതെ, എടി നിനക്ക് പുച്ഛമായിരിക്കും, പക്ഷെ എന്റെ പെങ്ങളാണ് അവള്. എന്റെ പെങ്ങള്. നിങ്ങളെ പെങ്ങൾക്ക് എന്നെ പറ്റിയെന്നെ? നിങ്ങളെ പെങ്ങൾ അവള് കൈയും കാലും തല്ലി പിടിച്ച് അവിടെ ഇട്ടേക്ക് വേണം. എന്റെ പെങ്ങളെ ദേഹത്ത് അവൻ തൊട്ട് നോക്കട്ടെ. എനിക്ക് അവന്റെ കഴുത്തിന് വേണ്ടി തല കാണില്ല. എനിക്കറിയാം. എന്റെ പെങ്ങൾക്ക് ദേഷ്യം വന്നാണ്ടല്ലോ, അവളെ എന്റെ അമ്മച്ചിയുടെ അതേ സ്വഭാവമാണ്. കെട്ടിയാനൊന്നും നോക്കില്ല, കാലുവാരി നിലത്തടിക്കുള്ളൂ. പിന്നെ കാണാം. എടി ഞാൻ പറയുന്ന കേക്ക്. ഞാൻ എന്താ നിന്റെ ആരെന്താ പറഞ്ഞപ്പോ? പിന്നെ അവൾ ഒന്നും നോക്കണ്ട, അവക്കറിയാം എന്ത് ചെയ്യണമെന്നുള്ളത്. നീ നിന്റെ ജോലിയുള്ളൂ. എന്തായാലും അങ്ങോട്ട് പോകണ്ട. പെങ്ങൾക്ക് പ്രതികരണ ശേഷി കിട്ടി തുടങ്ങി. അവൾ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. നിനക്ക് എന്തൊരു ആവശ്യമുള്ള കാര്യം പറഞ്ഞോണ്ടല്ലേ പറഞ്ഞ കാര്യം ഒരു കാര്യം പറയുമ്പോ മനസ്സിലാക്കണം. ഞാൻ ആദ്യം ഇല്ലായിരുന്നു. പിടിയൊന്നും കേൾക്കണില്ലല്ലോ. വായിക്കകത്ത് തുണി തെറ്റി കയറ്റിട്ടുണ്ടാവും അവള്. അമ്മച്ചി ഇത് തന്നെയായിരുന്നു. എന്റെ ലില്ലി മോളെ, നിനക്ക് ഇപ്പോഴെങ്കിലും ഒന്ന് വിട്ടു വെച്ചിട്ടല്ല.